പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 8 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നമ്മൾ സാധാരണ വലിയ പള്ളികളിൽ ഇടവക തിരുനാൾ കഴിയുമ്പോൾ 8-ാം ഇടം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കും. ഇപ്പോൾ കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് ലാറ്റിൻ ക്രമത്തിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള 8 ദിവസവും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 8 ദിവസവും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നമ്മൾ വായിച്ച് കേൾക്കുന്ന സുവിശേഷ ഭാഗങ്ങളുമെല്ലാം ഈശോ ഈ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ വ്യക്തികളെ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഇന്നത്തെ ദിവസം, ഈ തിങ്കളാഴ്ച ദിവസം, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച യഥാർത്ഥത്തിൽ മാലാഖയുടെ സൺഡേ എന്നാണ് പറയപ്പെടുക. അതിനൊരു കാരണം ഇന്നത്തെ സുവിശേഷ ഭാഗം തന്നെയാണെന്നാണ് കരുതുക. മത്തായിയുടെ സുവിശേഷത്തിൽ കല്ലുരുട്ടി മാറ്റുന്നത് ഒരു മാലാഖയാണ്, കർത്താവിൻ്റെ ദൂതനാണ്. അപ്പോൾ ഏഞ്ചൽസ് മൺഡേ എന്നാണ് പറയപ്പെടുക. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ 8 ദിവസം പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അതുപോലെ ദൈവകരുണയുടെ തിരുനാൾ അടുത്ത ഞായറാഴ്ചയാണ്. അപ്പോൾ അതിനൊരുങ്ങുന്ന ദിവസങ്ങളാണ്. 9 ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി അത് ഇടയ്ക്ക് സഭയിൽ പ്രബലപ്പെട്ട് വന്നിട്ടുണ്ട്. അത് ദുഃഖവെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ആരംഭിച്ച് അത് വരുന്ന ഞായറാഴ്ച അവസാനിക്കത്തക്ക വിധത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി നമ്മൾ കുരിശിൻ്റെ വഴി നമ്മൾ കൊണ്ടാടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഉയർപ്പിൻ്റെ വഴി എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പെസഹ കാലം. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുന്നു. അതുപോലെ തന്നെ 50-ാം തിരുനാൾ, അതാണ് പെന്തക്കോസ്ത തിരുനാൾ. 50-ാം തിരുനാൾ, ഉയർപ്പിൻ്റെ 50-ാം ദിവസം പെന്തക്കോസ്ത തിരുനാളാണ്. അപ്പോൾ അതിനു വേണ്ടിയും ഒരുങ്ങുന്ന സമയങ്ങളാണ്. നമുക്കതുകൊണ്ട് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ 8 ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അനുഗ്രഹമാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. സ്വർഗാരോഹണം വരെ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ ഇനിയും വലിയ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പരിശുദ്ധ ബലിയർപ്പണ സമയം, ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ, ഉയർപ്പ് കാലത്തിലായിരിക്കുമ്പോൾ ഒക്കെ നമുക്കിതെല്ലാം അനുഗ്രഹമാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം തീർന്നു, ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കാതെ ഇനിയും അഭിഷേകം പ്രാപിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുമുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ബലി ഭക്തിയോട് അർപ്പിക്കാം. അത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ
നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, നവസന്തതികളാൽ അങ്ങേ സഭയെ അങ്ങ് നിരന്തരം വർദ്ധമാനമാക്കുന്നുവല്ലോ. വിശ്വാസത്താൽ ഞങ്ങൾ സ്വീകരിച്ച കൂദാശ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അങ്ങേ ദാസർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറൂസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രമാലപിച്ചു. എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ശവകുടീരം ഇന്നും നമ്മളുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവൻ്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. കർത്താവിൻ്റെ വചനം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ദൈവമേ,
എന്നെ കാത്തുകൊള്ളണമേ. എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സ്ത്രീകൾ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പെസഹ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായമാണ്. അത് 8 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഭാഗം. അതുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കുറേ ആവർത്തി ഇത് വായിക്കുമ്പോഴാണ് ആ ഒരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുക. കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന, അതേക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പണം കൊടുത്ത് അവരെ കൊണ്ട് ഈശോ ഉയർത്തിട്ടില്ല എന്ന് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ബോധരാകേണ്ട കാര്യമില്ല. ആ കഥ ഇപ്പോഴും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു എന്നാണ് വചനം പറയുക. നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്, അത് വിശ്വസിക്കുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കർത്താവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-9 വാക്യം, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇത് നമുക്ക് അനുഗ്രഹമാണ് വേണ്ടത്, കർത്താവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഈ വിശ്വാസ സത്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് ഹൃദയത്തിൽ അങ്ങ് അത് ഉറപ്പിക്കുക. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവും. നല്ലൊരു കാലഘട്ടമാണ് പെസഹക്കാലം. പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു എന്നാണ് വിചാരിക്കുക. നല്ല പോലെ ഭയങ്കരമായിട്ട് കഠിനമായിട്ടൊക്കെ പരിശ്രമിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന എല്ലാം മുട്ടിനിരങ്ങും. ഇല്ലാത്തൊരു സ്നേഹം. തപസ്സുകാലാകുമ്പോഴും ഭയങ്കര സ്നേഹം. ചില ആളുകൾ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ കൊണ്ടാടുന്നവരുണ്ട്. അപ്പോൾ ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു, നോയമ്പൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെ പോകും. പക്ഷേ ഇതാണ് ഇനി പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പലർക്കും അറിയില്ല.
യഥാർത്ഥത്തിൽ 50 നോയമ്പ് എന്ന പ്രയോഗം അത് ബിബ്ലിക്കലല്ല. പക്ഷേ 50-ാം തിരുനാൾ എന്നത് അത് ബിബ്ലിക്കലാണ്. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് 50-ാം തിരുനാൾ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈസ്റ്റർ ഞായറാഴ്ച മുതൽ പെന്തക്കോസ്ത തിരുനാൾ ഞായറാഴ്ച അതുവരെ 50 ദിവസമാണ്, കൃത്യമാണത്. ഒരു എണ്ണത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയണം നമ്മൾ. നമുക്കതാണ് ആവശ്യം. നമുക്ക് ഈശോയെ അറിയാം, ഈശോ മരിച്ചെന്നറിയാം. ഇനി അത് പുതിയതായിട്ട് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കിനി ഈശോയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാം, ഈശോയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ദൗത്യമേൽപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. തുടർന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിന് തുടർച്ചയായിട്ടുള്ള ഭാഗം വായിക്കുമ്പോഴും 15 വരെയാണിന്ന്. മത്തായി 28 8 മുതൽ 15 വരെ, മത്തായി 28 16 പ്രേക്ഷിത ദൗത്യമേൽപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഗലീലി ഗലീലി എന്ന് പറയുന്ന വാക്ക് അത് 2 തവണ ആവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 8-ാമത്തെ വാക്യം, അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പം എന്താണ് വിവരം? എന്താണ് വിവരം? അത് അവരോട് പറയുന്നത് കർത്താവല്ല, കർത്താവിൻ്റെ ദൂതനാണ്. മത്തായിയുടെ സുവിശേഷ പ്രകാരം കല്ലുരുട്ടി മാറ്റുന്നത് കർത്താവിൻ്റെ ദൂതനാണ്. മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു യുവാവ്, വെള്ളവസ്ത്രധാരിയായ ഒരു യുവാവ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2 പേർ എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കാണപ്പെട്ടു എന്ന് മാത്രം പറയപ്പെടുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ കല്ല് മാറ്റി അതിന്മേൽ ഇരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ദൂതനാണ് ഇവരോട് പറയുക. മഗ്ദലന മറിയം, അത് മറ്റേ മറിയം, 2-3 സ്ത്രീകളുള്ളതായിട്ട് മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഗ്ദലന മറിയം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അങ്ങനെ അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട മരിച്ചവരെ പോലെയായി. അപ്പോൾ ഇനി ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മഗ്ദലന മറിയത്തിന് ഇനി എന്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ കല്ലുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ആര് മാറ്റും? കല്ലുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ആര് മാറ്റും എന്ന് പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോയത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം, അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. യഥാർത്ഥത്തിൽ ഇതൊരു ഭയങ്കര തീക്ഷ്ണതയാണ്. ഈശോയെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഈശോയ്ക്ക് വേണ്ടി കല്ല് വരെ മാറ്റാൻ അവർ തയ്യാറായി വരെ. ആരാ മാറ്റുക? ഈശോയ്ക്ക് വേണ്ടി. ഇതാണ് ഉത്ഥാനം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവമാണ്. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം ഈ ഗലീലി, അപ്പോൾ അവരാണ്, മാലാഖയാണ്, കർത്താവിൻ്റെ ദൂതനാണ് പറയുക. അവൻ ഇവിടെ ഇല്ല, താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ, വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുന്നുവെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒരു ഉത്തരവ് പോലെയാണ്. അപ്പം ഇതാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു കൊടുത്തത്. ഗലീലയിലേക്ക് പോകാൻ ശിഷ്യന്മാരോട് പോയി പറയണം. അപ്പം ഗലീലി യഥാർത്ഥത്തിൽ ഈശോ ആരംഭിച്ച സ്ഥലമാണ്. ഹെറോദേസ് ഈശോയെ കൊല്ലാനായിട്ട് ഒരുമ്പെട്ട് അവർ ഈജിപ്തിലേക്ക് ഓടിപ്പോയപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. പിന്നീട് ഹെറോദേസിൻ്റെ മരണശേഷം മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ 22-ാം വാക്യം, മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അപ്പം ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഗലീലിയിലാണ്. ഗലീലിലെ ജോർദാനിലാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. അപ്പം ആരംഭിച്ചിടത്തേക്ക് തന്നെ പോയി എവിടെ ഈ അഭിഷേകത്തോടെ ആരംഭിച്ചോ അവിടെ വെച്ച് ശിഷ്യന്മാരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗലീലിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 28-16 യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലാനാണ് ഈ നിർദ്ദേശം. അപ്പോൾ
ഇന്നത്തെ സുവിശേഷ ഭാഗം 8-ാമത്തെ വാക്യം മുതൽ അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാർ വിവരമറിയിക്കാൻ ഓടി. ഇതാണ് നമുക്ക് ഈ പെസഹക്കാലത്ത് നമുക്കുണ്ടാകേണ്ട തീക്ഷ്ണത, കല്ലുരുട്ടി മാറ്റാനുള്ള ആഗ്രഹം, ഈശോയുടെ ആ ദൂത് പറയാനായിട്ടുള്ള ആ ഒരു തീക്ഷ്ണത ഇത് നമുക്കുണ്ടാകട്ടെ. നമ്മൾ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, നമ്മുടെ പരിഹാര പ്രവൃത്തികൾ നിർത്തരുത്. ഇനിയും ഈശോയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടിരിക്കുക. കാരണം എന്തിനാ? അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് അഭിഷേകം. അപ്പോൾ അതൊരു സന്ദേശമായിട്ട് സ്വീകരിക്കുക. എന്തുകൊണ്ട് ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞു? അവിടെ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച സ്ഥലമാണ്, മാമോദീസ സ്വീകരിച്ച സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കാൻ. എന്നിട്ട് എന്തിനാ യാത്ര? ജെറൂസലേമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഗലീലിൽ ആരംഭിച്ച ജെറൂസലേമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ജെറൂസലേമിൽ ഈശോ മരിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വിളിയും അത് തന്നെയാണ്. കർത്താവ് ആരംഭിച്ചെടുത്തുനിന്ന് ആരംഭിച്ച കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവൻ വെടിയാൻ, കർത്താവിന് വേണ്ടി പ്രഘോഷിക്കാൻ, കർത്താവിൻ്റെ സാക്ഷിയായി തീരാനുള്ള വിളിയാണ്. അത് നമുക്ക് ഒരു സന്ദേശമായിട്ട് സ്വീകരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ ഈ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞനുസരിച്ച് അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അതായത് കല്ലറയിൽ ചെല്ലുമ്പോൾ അവിടെ ഈശോയെ കാണുന്നില്ല. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞനുസരിച്ച് അവർ ശിഷ്യന്മാരോട് ആ വാർത്ത പറയാൻ വേണ്ടി പോകുന്ന വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. എന്നിട്ട് ഈശോ വീണ്ടും പറയുകയാണ്, അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയിലേക്ക് പോകണമെന്ന്, അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മഗ്ദലന മറിയവും കൂടെ ഉണ്ടായിരുന്നവരും കർത്താവിന് ദൂതൻ പറഞ്ഞനുസരിച്ച് ആ വാർത്ത അറിയിക്കാൻ പോയപ്പോഴാണ് ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തത്. നമ്മൾ ഒരു ഈശോ അനുഭവം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ഈ സുവിശേഷം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സത്യമായും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടു, വ്യാജ പ്രസ്താവനയല്ല, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതല്ല, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു, ഉദ്ധിതൻ്റെ മക്കളാണ് ഞങ്ങൾ എന്ന് പ്രഘോഷിക്കാനായിട്ടുള്ള വിളിയാണ്. ഇത് നമ്മൾ പറയണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ വരും. ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എതിരെ വരും, നമ്മളെ കാണും. അതാണ് നമുക്ക് ഈ രണ്ട് സന്ദേശങ്ങൾ സ്വീകരിക്കാം. കർത്താവ് ആരംഭിച്ചിടത്തുനിന്ന് ആരംഭിക്കാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തിനാ? ജെറൂസലേമിലേക്ക് തുടരാൻ വേണ്ടിയിട്ടാണ്, യാത്ര തുടരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വ്യക്തമായ അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ ഇനിയും ഉഴപ്പിയും ഞായറാഴ്ച ആചരിക്കാതെയും കൂടെ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഈശോ എതിരെ വന്നാലും നമുക്ക് മനസ്സിലാകില്ല. ഈശോയെ ആരാധിക്കുന്ന ഒരു കാര്യം നമുക്ക് അനുഭവത്തിലേക്ക് വരില്ല. ഈശോയെ ആരാധിക്കുന്നത് അനുഭവത്തിലേക്ക് വരണം. ഈശോ അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, പ്രിയ ദൈവമക്കളെ. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം ഞാൻ നിങ്ങൾ വായിച്ചത് കേട്ടില്ലേ? 10-ാം അധ്യായം 9-ാം വാക്യം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും നിൻ
ഭാരവും നിന്നിലേകാം ഞാൻ. ആമേൻ. ഹൃദയതാളമേന്തി നാഥ വന്നിടുന്നു സന്നിധേ, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം, നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങൾ കനിവാർന്ന് സ്വീകരിക്കണമേ. അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്നാനത്താലും നവീകൃതരായി ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും
ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെസഹ രഹസ്യത്തിൻ്റെ കൃപ ഞങ്ങളുടെ മനസ്സുകളിൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിത്യരക്ഷാമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങിടയാക്കിയവരെ അങ്ങ് ദാനങ്ങൾക്ക് അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.